ആഘോഷത്തിൽ വന്ദേമാതരം പൂർണ്ണമായും കർശനമായി ആലപിക്കണമെന്നുള്ള നിർദ്ദേശം അല്ല, അത് രാജ്ഭവനിൽ നിന്നുള്ള നിർദ്ദേശമാണ്. രാജ്ഭവനിൽ നിന്നൊരു നിർദ്ദേശം കൊടുക്കാൻ പറയുമ്പോൾ പിന്നെ ചീഫ് സെക്രട്ടറി കൊടുക്കേണ്ടി വരില്ലേ? അതാണ് അതിൽ സംഭവിച്ചത്. ഇത് സത്യത്തിൽ രാജ്ഭവനിൽ നിന്ന് വന്ന ഒരു നിർദ്ദേശം, രാജ്ഭവനിൽ നിന്ന് ഗവർണറിൽ നിന്ന് വരുന്ന നിർദ്ദേശം പാസ് ചെയ്യണ്ടേ? അങ്ങനെ വന്നൊരു സെക്രട്ടറി വന്ദേമാതരം പൂർണ്ണമായി ആലോപിക്കണമെന്ന ചീഫ് സെക്രട്ടറിയുടെ കത്ത് ലോക്ഭവൻ നിർദ്ദേശപ്രകാരം എന്ന മന്ത്രി എൻ ശംസുദ്ദീന്റെ വാദം തള്ളി. ലോക്ഭവൻ ചീഫ് സെക്രട്ടറി കത്ത് നൽകിയത് ഗവർണറുടെ നിർദ്ദേശപ്രകാരമല്ലെന്നാണ് വിശദീകരണം. സത്യപ്രതിജ്ഞാ ചടങ്ങിൽ എന്നതുപോലെ ലോക്ഭവന്റെ തലയിൽ ചാരി ഇവിടെയും രക്ഷപ്പെടാനായിരുന്നു സർക്കാരിന്റെ ശ്രമം. പക്ഷേ അങ്ങനെയൊരു നിർദ്ദേശം, വന്ദേമാതരം മുഴുവൻ ആലപിക്കണമെന്ന നിർദ്ദേശം നൽകിയിട്ടില്ല എന്നാണോ ലോക്ഭവൻ ഇപ്പോൾ വിശദീകരിക്കുന്നത്? ഒരു സാഹചര്യത്തിലും വന്ദേമാതര ഗീതവുമായി ബന്ധപ്പെട്ടുകൊണ്ടൊരു നിർദ്ദേശമോ സർക്കുലറോ ഉദ്യോഗസ്ഥർക്കോ ചീഫ് സെക്രട്ടറിക്കോ നൽകിയിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ ലോക്ഭവനിൽ നിന്ന് ലഭിക്കുന്ന വിവരം. വന്ദേമാതരം മുഴുവൻ ആലപിക്കണമെന്നുള്ളത് ഇനി ആരുടെ താല്പര്യമായിരുന്നു എന്നുള്ളത് വിശദീകരിക്കേണ്ടത് സർക്കാരാണ്. ലോക്ഭവന്റെ തലയിൽ ചാരി രക്ഷപ്പെടാനായിരുന്നു ശ്രമം. പക്ഷേ അങ്ങനെ ഒരു നിർദ്ദേശം നൽകിയിട്ടില്ല എന്ന് ഇപ്പോൾ ലോക്ഭവൻ വിശദീകരിക്കുകയാണ്. വിദ്യാഭ്യാസ മന്ത്രി എൻ ശംസുദ്ദീൻ അടക്കം ലോക്ഭവന്റെ നിർദ്ദേശമാണ് എന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ ഒരു നിർദ്ദേശമേ നൽകിയിട്ടില്ല എന്ന് ലോക്ഭവൻ പറയുന്നത്. അല്പവും നാണം അവശേഷിക്കുന്നില്ലേ എന്ന് നാട്ടുകാർ ചോദിക്കും. ചോദ്യമൊന്നുമില്ല, ന്യായീകരിച്ചോളൂ. പുണ്യജന്മമാണ് തങ്ങൾ ജിന്ദാബാദ്.